+1 തുല്യത ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിൽ സെക്കൻഡ് ചാപ്റ്ററായിട്ട് വരുന്നത് എലൻ ബെയ്ലി എഴുതിയ ഹ്യൂമറസ് പോയം മൈ ചെറി ട്രീ, എൻ്റെ ചെറി മരം എന്ന കവിതയാണ്. എലൻ ബെയ്ലിയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. എലൻ ബെയ്ലി ഈസ് എ കണ്ടംപററി വെർജീനിയൻ പോയറ്റസ്, വെൽ നോൺ ഫോർ ഹർ സ്പിരിച്വൽ ആസ് വെൽ ആസ് ഹ്യൂമറസ് പോയംസ്. എലൻ ബെയ്ലി ഒരു സമകാലിക വെർജീനിയൻ കവയിത്രിയാണ്. ആത്മീയ കവിതകൾക്കും നർമ്മ കവിതകൾക്കും പേര് കേട്ടവളാണ്. ഹർ പോയംസ് ആർ നോട്ടഡ് ഫോർ ദെയർ ലിറിസിസം, പിക്ടോറിയൽ ക്വാളിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് സ്റ്റൈൽ ആൻഡ് ഡിക്ഷൻ. അവരുടെ കവിതകൾ അവയുടെ ഗാനരചന, ചിത്രഗുണം, ശൈലിയുടെയും വാഗ്ചാതുര്യത്തിൻ്റെയും ലാളിത്യം എന്നിവയാൽ ശ്രദ്ധേയമാണ്. മോസ്റ്റ് ഓഫ് ഹർ പോയംസ് ആർ സ്പിരിച്വൽ ഇൻ നാച്ചർ ആൻഡ് സം ഓഫ് ദം ആർ ഹ്യൂമറസ് ആൻഡ് ഫണ്ണി. അവരുടെ മിക്ക കവിതകളും ആത്മീയ സ്വഭാവമുള്ളവയാണ്. അവയിൽ ചിലത് നർമ്മവും രസകരവുമാണ്. ഹർ പോയട്രി ഡസ് നോട്ട് ഡീൽ വിത്ത് അബ്സ്ട്രാക്ഷൻ. അവരുടെ കവിത അമൂർത്തീകരണത്തെ കൈകാര്യം ചെയ്യുന്നില്ല. ഷീ ഈസ് ഫാസിനേറ്റഡ് ബൈ ദി എക്സ്റ്റേണൽ വേൾഡ് ഓഫ് റിയാലിറ്റി ആൻഡ് ഡിലൈറ്റ്സ് ഇൻ ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ചാം. യാഥാർത്ഥ്യത്തിൻ്റെ ബാഹ്യലോകത്തിൽ അവർ ആകൃഷ്ടയാകുന്നു, കൂടാതെ അതിൻ്റെ സൗന്ദര്യത്തിലും ആകർഷണീയതയിലും അവർ ആനന്ദിക്കുന്നു. ഷീ പെയിൻറ്റ്സ് പിക്ചേഴ്സ് ഓഫ് ദി ഒബ്ജക്ട്സ് ഷീ വാണ്ട്സ് ടു ഡിസ്ക്രൈബ്. താൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ അവർ വരയ്ക്കുന്നു. കവിതയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് പരിശോധിക്കാം. ദിസ് പോയം ഹ്യൂമറസ്ലി ഡെപ്പിക്ട്സ് ദ സെൽഫ് സെൻറ്റേർഡ്നെസ് ഓഫ് മാൻ ആൻഡ് ഹിസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയെയും പ്രകൃതിയെയും അതിൻ്റെ വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്നതിനെയും നർമ്മം കലർന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് ഈ കവിത. ദി പോയം ഓൾസോ സാറ്ററൈസസ് ദ കാലസ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ ടുവേർഡ്സ് ഹിസ് ഫെലോ ബീയിങ്സ്. അതുപോലെ സഹജീവികളോടുള്ള മനുഷ്യൻ്റെ ക്രൂരമായ മനോഭാവത്തെയും ആക്ഷേപഹാസ്യമായി അവതരിപ്പിക്കുന്നു ഈ കവിതയിലൂടെ. കവിതയിലെ ആദ്യത്തെ 4 വരി പരിശോധിക്കാം. ഐ സാറ്റ് വാച്ചിങ് ദി ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ. എൻ്റെ ചെറിമരത്തിലെ പക്ഷികളെ നോക്കി ഞാൻ ഇരുന്നു. There were so many they outnumbered the leaves. ഇലകളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു അവ. They would flint and flutter and fly all about. ആ പക്ഷികൾ ക്രൂരമുഖത്തോടെയും ചിറകടിച്ചും പറന്നും സ്റ്റഫിങ് മൈ ചെറീസ് ഇൻ ദെയർ ലിറ്റിൽ മൗത്ത്സ്. എൻ്റെ ചെറികൾ അവയുടെ ചെറിയ വായിൽ തിരികെ കയറ്റുന്നു. രണ്ടാമത്തെ സ്റ്റാൻസയിലെ 4 വരികൾ നോക്കാം. There were blue birds and red birds and sparrows. നീല പക്ഷികളും ചുവന്ന പക്ഷികളും കുരുവികളും ഉണ്ടായിരുന്നു. They had come to my tree for the fruit to borrow. പഴം കടം വാങ്ങാൻ അവർ എൻ്റെ മരത്തിലേക്ക് വന്നു. They made a lot of noise and were happy as can be. അവർ ഒരുപാട് ശബ്ദമുണ്ടാക്കി കഴിയുന്നത്ര സന്തോഷിച്ചു. I began to doubt if there would be any left for me. എനിക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കാൻ തുടങ്ങി. തേർഡ് സ്റ്റാൻസയിലെ 4 വരികൾ നമുക്ക് നോക്കാം. I planted that tree and nurtured it from seed. ഞാനാണ് ആ മരം നട്ടുപിടിപ്പിച്ചതും വിത്തിൽ നിന്ന് വളർത്തിയതും. I watered and pruned it as often was the need. ഞാൻ അതിന് ആവശ്യമുള്ളപ്പോഴൊക്കെ ചില്ലകൾ വെട്ടിയൊതുക്കിയും നനയ്ക്കുകയും ചെയ്തു. I toiled and labored
ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ദി കോൾഡ്. തണുപ്പിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നതിനായി ഞാൻ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്തു. ഐ വാസ് റേസിംഗ് പ്രൈസ്ഡ് ചെറീസ് ഓർ സോ ഐ വാസ് ടോൾഡ്. വിലപിടിപ്പുള്ള ആ ചെറി ഞാനാണ് വളർത്തിയത്, അതാണ് ഞാൻ പറയുന്നത്. നാലാമത്തെ സ്റ്റാൻസയിലെ 4 വരി പരിശോധിക്കാം. ബട്ട് ദീസ് ഫെതേർഡ് ഫ്രണ്ട്സ് തോട്ട് നോട്ട് ഓഫ് മീ. പക്ഷേ ഈ തൂവൽ സുഹൃത്തുക്കൾ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. ദേ കെപ്റ്റ് നിബ്ലിംഗ് ആൻഡ് ഗോബ്ലിംഗ് ഓൺ മൈ ചെറീസ്. അവർ എൻ്റെ ചെറികൾ കടിച്ചു തിന്നുകൊണ്ടിരുന്നു. സ്റ്റോപ്പ്, ഐ ഷൗട്ടഡ്, ആൻഡ് ലീവ് ദാറ്റ് ട്രീ. നിർത്തൂ, ഞാൻ അലറി, ആ മരം വിടൂ. യു ഹാവ് ടേക്കൺ മോർ ചെറീസ് ദാൻ യു നീഡ്. നിങ്ങൾ ആവശ്യമുള്ളതിലും കൂടുതൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലാസ്റ്റ് സ്റ്റാൻസയിൽ 5 വരികളാണുള്ളത്. മൈ പ്ലീഡിംഗ് ക്രൈസ് വെൻറ്റ് അൺഹേർഡ്. എൻ്റെ യാചനാ നിലവിളികൾ കേൾക്കാതെ പോയി. ദെൻ ഐ റിയലൈസ്ഡ് ജസ്റ്റ് വാട്ട് ഐ നീഡഡ്. അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലായി. ഐ റഷ്ഡ് ടു മൈ നൈബേഴ്സ് ഹൗസ് ഫോർ എ ചാറ്റ്. ഞാൻ എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിലേക്ക് ഒരു സംഭാഷണത്തിനായി ഓടുന്നു. ആൻഡ് റിട്ടേൺഡ് ടു മൈ ചെറി ട്രീ ആൻഡ് സാറ്റ്. എന്നിട്ട് എൻ്റെ ചെറിമരത്തിൽ വന്നിരുന്നു. വിത്ത് മൈ ന്യൂ ഫൗണ്ട് ഫ്രണ്ട് ദ നൈബേഴ്സ് ക്യാറ്റ്. എൻ്റെ പുതിയ സുഹൃത്തായ അയൽക്കാരൻ്റെ പൂച്ചയോടൊപ്പം. ഇവിടെ എലൻ ബെയ്ലി മനുഷ്യൻ്റെ സ്വാർത്ഥതയെയും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെയും സഹജീവികളോടുള്ള മനുഷ്യൻ്റെ ക്രൂരമായ മനോഭാവത്തെയും വളരെ ആക്ഷേപഹാസ്യമായി അവതരിപ്പിക്കുന്നതാണ് ഈ കവിതയിൽ കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മൈ ചെറി ട്രീ എന്ന കവിതയുടെ സമ്മറിയാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. മൈ ചെറി ട്രീ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ എലൻ ബെയ്ലി. എലൻ ബെയ്ലി എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് മൈ ചെറി ട്രീ. ദി പോയം ക്രിട്ടിസൈസസ് മാൻസ് സെൽഫിഷ്നെസ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയെ വിമർശിക്കുന്ന കവിതയാണിത്. ദി പോയറ്റ് ഗീവ്സ് അസ് ഹെർ ഓൺ എക്സാമ്പിൾ ഫോർ ഇറ്റ്. അതിന് കവി സ്വന്തം ഉദാഹരണം നമുക്ക് നൽകുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. വൺസ് ദ പോയറ്റ് സോ എ ലോട്ട് ഓഫ് ബേർഡ്സ് ഇൻ ഹർ ചെറി ട്രീ. ഒരിക്കൽ കവി തൻ്റെ ചെറിമരത്തിൽ ധാരാളം പക്ഷികളെ കണ്ടു. ദേ കെയിം ടു ഈറ്റ് ചെറീസ്. അവ ചെറി തിന്നാനാണ് വന്നത്. ദെയർ വെയർ ബ്ലൂ ബേർഡ്സ്, റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ്. നീല പക്ഷികളും ചുവന്ന പക്ഷികളും കുരുവികളും ഉണ്ടായിരുന്നു. ദേ മെയ്ഡ് എ ലോട്ട് ഓഫ് നോയ്സ് ആൻഡ് വെയർ ഹാപ്പി. അവ ധാരാളം ശബ്ദമുണ്ടാക്കി സന്തോഷിച്ചു. ദി പോയറ്റ് ഡൗട്ടഡ് ഇഫ് ദെയർ വുഡ് ബി എനി ലെഫ്റ്റ് ഫോർ ഹർ. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന് കവി സംശയിച്ചു. അക്കോർഡിംഗ് ടു ഹർ ഷീ ഈസ് ദ ഓണർ ഓഫ് ദി ട്രീ. ഷീ പ്ലാന്റഡ് ആൻഡ് വാട്ടേഡ് ഇറ്റ്. അവളുടെ അഭിപ്രായത്തിൽ അവളാണ് മരത്തിൻ്റെ ഉടമയും അവൾ തന്നെയാണ് നട്ടുപിടിപ്പിച്ച് നനച്ചു വളർത്തിയതും. സോ ഷീ ട്രൈഡ് ടു ഡ്രൈവ് ദം എവേ ബൈ ഷൗട്ടിങ്. അങ്ങനെ അവൾ അലറി വിളിച്ച് അവയെ ഓടിക്കാൻ ശ്രമിച്ചു. ബട്ട് ദി ബേർഡ്സ് ഡിഡ് നോട്ട് ലിസൺ. എന്നാൽ പക്ഷികൾ അതൊന്നും കേട്ടില്ല. സോ ഷീ ബ്രോട്ട് ദ നൈബേഴ്സ് ക്യാറ്റ് ടു ഡ്രൈവ് ദം. അതിനാൽ അവൾ അയൽക്കാരൻ്റെ പൂച്ചയെ കൊണ്ടുവന്ന് അവയെ ഓടിച്ചു. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ പോയറ്റ് സക്സീഡ്സ് ഇൻ പ്രസൻറ്റിംഗ് മാൻസ് സെൽഫിഷ്നെസ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയെ അവതരിപ്പിക്കുന്നതിൽ കവി വിജയിക്കുന്നു. റൈമിംഗ് വേർഡ്സ് ലൈക്ക് സീഡ്, നീഡ് ആൻഡ് കോൾഡ്, ടോൾഡ് ആർ യൂസ്ഡ് ഇൻ ദി പോയം. വിത്ത്, ആവശ്യകത, അതുപോലെ തന്നെ തണുപ്പ്, പറഞ്ഞു തുടങ്ങിയ താളാത്മകമായ വാക്കുകൾ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നു.
ദി ലാംഗ്വേജ് ഓഫ് ദി പോയം ഈസ് വെരി സിമ്പിൾ. കവിതയുടെ ഭാഷ വളരെ ലളിതമാണ്. ദി പോയം ഈസ് സ്പെഷ്യൽ ബിക്കോസ് ഈവൻ എ ചൈൽഡ് ക്യാൻ അപ്രീഷിയേറ്റ് ഇറ്റ്. ഒരു കുട്ടിക്ക് പോലും അത് ആസ്വദിക്കാൻ കഴിയുന്നതിനാൽ കവിത സവിശേഷമാണ്. ഇതോടെ ഈ സമ്മറി, മൈ ചെറി ട്രീയുടെ സമ്മറി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അടുത്ത പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്